ഇവിടെയാണ് ഈ കുടിവെള്ള പൈപ്പ് മാറ്റുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തുകൂടിയാണ് റെയിൽവേയുടെ രണ്ടാം പാതയുടെ പണി നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ അരുവിക്കരയിൽ നിന്നുള്ള ലൈനിൻ്റെ പ്രധാനപ്പെട്ട ലൈനിൻ്റെ മുറിച്ച് മാറ്റിയുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഒട്ടേറെ പണി ബാക്കിയാണ് എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. കാരണം ഈ പൈപ്പ് ഈ അലൈൻമെൻറ്റ് മാറ്റി 50 മീറ്റർ അലൈൻമെൻറ്റ് മാറ്റിയാണ് സ്ഥാപിക്കുന്നത്. അങ്ങനെ മാറ്റി സ്ഥാപിക്കുമ്പോൾ ഈ പൈപ്പ് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പൈപ്പ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ പൈപ്പ് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ തിരുവനന്തപുരം നഗരത്തിലെ ഇപ്പോൾ പൂർണ്ണമായും ജലവിതരണം തടസ്സപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ജലവിതരണം പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നതാണ്. അത് വളരെ വ്യക്തവുമാണ്. അപ്പോൾ ചില ഭാഗങ്ങൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 50 മീറ്റർ മാറിയുള്ള ഭാഗത്തെ പൈപ്പ് ലൈൻ്റെ ബന്ധിപ്പിക്കൽ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് ഇന്നലെ ഉച്ചയോടെ ഇതെല്ലാം പൂർത്തിയാകുമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇപ്പോൾ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. നഗരവാസികൾ വലയുകയാണ്. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത്. 5-ാം തീയതി രാവിലെ 8 മണി മുതൽ 6-ാം തീയതി രാവിലെ 8 മണി വരെ തിരുവനന്തപുരം നഗരത്തിലെ 33 നഗരസഭാ വാർഡിൽ ഈ ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെടും, പൂർണ്ണമായും ചിലയിടങ്ങളിൽ ഭാഗികമായും എന്ന അറിയിപ്പാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 5-ാം തീയതി എല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ 8-ാം തീയതി ആയിരിക്കുന്നു, ഞായറാഴ്ചയായിരിക്കുന്നു. ജനങ്ങൾ 2 ദിവസത്തേക്ക് സ്റ്റോറേജ് ജനങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലെ ടാങ്കുകളിലുണ്ടാകും. പക്ഷേ ഇത് 3 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജലമില്ലാതെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് നഗരവാസികൾ. കൗൺസിലർമാർ, നമുക്കിപ്പോൾ മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് പോകാം. എവിടെയാ? ഒരു മിനിറ്റ്. നമ്മളിപ്പോൾ ഇന്നലേക്ക് മുമ്പ് എന്തായാലും പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ കാണുന്നത് പൈപ്പുകൾ ബന്ധിപ്പിച്ചിട്ട് പോലുമില്ല. ഈ പണി ഇന്ന് തീരുമോ? തീർച്ചയായിട്ടും പൈപ്പ് ബന്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതല്ല, ഇന്നലെ പറഞ്ഞതനുസരിച്ച് തന്നെ ഇന്നലെ രാത്രി കൊണ്ട് ഇത് ചാർജ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി 11 മണി തൊട്ട് 2:30-3 മണി വരെ സൈറ്റിലുണ്ടായിരുന്നു. ഞാൻ രാവിലെ തിരിച്ചു വന്നതാണ്. ഇന്നലെ ശിവൻകുട്ടി മന്ത്രി തന്നെ നേരിട്ടൊരു മീറ്റിംഗ് എടുത്തിരുന്നു. അവിടെ തന്നെ ചീഫ് സെക്രട്ടറി ഒരു മീറ്റിംഗ് എടുത്തു. ആൻ്റണി രാജുവും കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ നമുക്ക് വന്നത് നിങ്ങൾ കണ്ട ആ വാൽവ് ബ്ലോക്ക് ചെയ്ത് പമ്പിങ് നടത്തി ചാർജ് ചെയ്യാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങളിലേക്ക് വെള്ളം കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ ചോർച്ച ഉണ്ടായി, ചെറിയൊരു ലീക്കുണ്ടായി. ആ ലീക്ക് വൈഡൻ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ടാണ് അത് പിന്നെ സ്ഫോടനാത്മകമായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ള ഒരു ടെക്നിക്കൽ മെഷർമെൻറ്റ് വന്നപ്പോൾ അത് പിന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ഇന്നലെ തന്നെ നമുക്ക് അവിടെ നിന്നുള്ള പമ്പിങ് നമുക്ക് കുറേ ഇത് മുകളിലേക്കുള്ള ഭാഗത്തേക്ക് കുറേ നമുക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഈ ബെൻഡിൻ്റെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഈ ബെൻഡിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഇന്നലെ ഇവിടെ ഞാൻ ഉള്ളപ്പോൾ തന്നെ ഇട്ടൊരു പൈസ. ഇനി അവിടെ നിന്ന് ഒരു പീസും കൂടി ഇങ്ങോട്ട് കോൺക്രീറ്റ് ക്ലിയർ ചെയ്യാനായിട്ടുള്ളൂ. ആ പീസ് കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് തീരും. പക്ഷേ ഇതൊരു വലിയ ജംഗ്ഷനാണ്. ഇവിടുന്ന് വരുന്ന അരുവിക്കരയിൽ നിന്ന് വരുന്ന ഫോഴ്സ് വെള്ളം ഇവിടെ വന്ന് ഇങ്ങനെ ശക്തമായിട്ട് ഇടിക്കുമെന്നുള്ളതുകൊണ്ട് ഈ ബെൻഡ് കോൺക്രീറ്റ് ബ്ലോക്ക് ആക്കേണ്ടതായിട്ടുണ്ട്. റെഡിമിക്സ് കോൺക്രീറ്റ് ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ പൈപ്പ് ഇപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പൈപ്പിൻ്റെ ഷേപ്പ് ചെയ്ത് ഇതിലേക്ക് പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെൻഡ് കോൺക്രീറ്റ് ബ്ലോക്കിനകത്താക്കും. ഇത് കഴിഞ്ഞാൽ പമ്പിങ് നമുക്ക് ആരംഭിക്കാം. ഒരേ സമയം തന്നെ വാൽവിൻ്റെ പണി ഇപ്പം തീരുന്ന വട്ടത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ വാൽവിൻ്റെ പണി അവിടെയും ഈ പണിയും ഒരേ ഘട്ടത്തിൽ തന്നെ പൂർത്തീകരിച്ച് പമ്പിങ് നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും. എങ്കിലും സ്വാഭാവികമായിട്ട് ഒരു 2 മണി സമയത്തോളം എടുത്തേക്കാം. ഇതൊരു ചെറിയ വർക്കല്ലല്ലോ. ഉദ്ദേശിച്ചതിനേക്കാൾ നമുക്ക് താമസം വന്നത് ആ വാൽവിന് തകരാറ് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്നുള്ള പമ്പിങ് നടത്താനും കഴിഞ്ഞേനെയും ഈ പണി കുറേ കൂടെ സുഗമമാക്കാനും കഴിഞ്ഞേനെയും. അപ്പോൾ അവിടെ തകരാറ് സംഭവിച്ചതോടു കൂടി അതിനകത്ത് കിടക്കുന്ന വെള്ളം അഴിച്ചു വിടാതെ നമുക്ക് ഇവിടുത്തെ പണി നടത്താൻ കഴിയാതെ വന്നു. കാര്യം അതിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നടന്നാൽ ഈ പണി നമുക്ക് നടത്താൻ ഇങ്ങോട്ടാണല്ലോ വെള്ളം വരേണ്ടത്. അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ചെറിയ തടസ്സം നേരിട്ടത്. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. വലിയ ജാഗ്രതയോടുകൂടി ഇതൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ പോലും ടെക്നിക്കലായിട്ട് വന്ന ചില ബുദ്ധിമുട്ടുകൾ ജനങ്ങളോട് തന്നെ സത്യത്തിൽ വലിയ വിഷമം ഞങ്ങൾക്കും തോന്നുന്നുണ്ട്. എന്നെ പലരും വിളിച്ചു. പക്ഷേ അവരൊക്കെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനോട് സഹകരിച്ചെങ്കിൽ പോലും ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ കുറേ കൂടി ജാഗ്രത പുലർത്താനായിട്ട് ശ്രദ്ധിക്കും. ഇതൊക്കെ കുറേയേറെ പഴകിയ പൈപ്പുകളും അതോടൊപ്പം തന്നെ ഇതിപ്പോൾ ഈ റെയിൽവേ ഡബിളിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് മാറ്റിയിടേണ്ട ഒരു സ്ഥിതി വന്നത്. അപ്പോൾ വർക്ക് അങ്ങനെ റെയിൽവേക്കും അത് ആവശ്യമാണ്. ഡബിളിങ് നടക്കണമെങ്കിൽ ഈ പൈപ്പ് മാറ്റി കൊടുത്തേ നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് മാധ്യമങ്ങളെ കാണുകയാണ്. ഈ പൈപ്പിന് പ്രശ്നം വന്ന സ്ഥലത്തെത്തി അവിടെ അദ്ദേഹം സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഉച്ചയോടുകൂടി തന്നെ ഭാഗികമായി പുനഃസ്ഥാപിക്കാനാകും. ഇന്ന് തന്നെ പൈപ്പിടൽ പൂർത്തിയാകും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഇനി ജാഗ്രത ഉണ്ടാകും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എന്നുള്ള കാര്യവും പറയുന്നുണ്ട്.